ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ധന്യാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ 9th ഫസ്റ്റ് ലെസൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ലാസ്റ്റ് എക്സസൈസിലത്തെ 3 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നയാളും മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, വീഡിയോസ് ഒന്ന് ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 4 പ്രോബ്ലം കഴിഞ്ഞു. ഇത് 5th പ്രോബ്ലം കേട്ടോ. പേജ് നമ്പർ 18ത്തെ 5th പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതുപോലെ തന്നെ ഫസ്റ്റ് എക്സസൈസിൽ നമ്മൾ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യാനായിട്ട്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? An object starts with a speed of u meter per second and travels along a straight line. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്പീഡ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? u meter per second എന്നാണ് പറഞ്ഞിരിക്കുന്നത്. If the speed increases at the rate of a meter per second, അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ആയപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്പീഡ് കൂടുമല്ലോ. അത് a meter per second എന്നാണ്. സ്പീഡ് a meter per second ആണ്. Every second the distance traveled in time t seconds is ut plus half at square. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് ട്രാവൽ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി the distance traveled is 2 second is 10 meter and the distance traveled in 4 സെക്കൻഡ് എന്ന് പറയുന്നത് 28 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് അവർ ട്രാവൽ ചെയ്തത്. വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണ്? ഏത് റേറ്റിൽ വെച്ചിട്ടാണ് ഇത് ഇൻക്രീസ് ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതൊന്ന് റീഡ് ചെയ്യാം, മലയാളത്തിലൊന്ന് റീഡ് ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി. അപ്പോൾ തുടങ്ങിയ സ്പീഡ് എന്ന് പറയുന്നത് യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ക്ലിയർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി. അപ്പോൾ വേഗം കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇൻക്രീസിങ് സ്പീഡ്. എങ്ങനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്? എ മീറ്റർ പെർ സെക്കൻഡിലാണ് അത് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞത്? നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ടി സെക്കൻഡ് സഞ്ചരിക്കുന്ന ദൂരം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിസ്റ്റൻസ് ഇൻ എ സ്ട്രെയിറ്റ് വേ ഇൻ എവറി സെക്കൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം ടി സെക്കൻഡ് ഈസ് യു ടി പ്ലസ് ഹാഫ് എ സ്ക്വയർ. അതായത് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. ശരിക്കും ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. അതായത് ഒരു വസ്തു എന്താണ് 2 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്? 2 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്? 10 മീറ്ററും. ഓക്കെ, പിന്നെ എത്രയാണ്? 4 സെക്കൻഡിൽ 28 മീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റേഴ്സ് ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ 4 സെക്കൻഡ് ഈസ് 28 മീറ്റേഴ്സ്. വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ് ആൻഡ് വാട്ട് ഈസ് ദ റേറ്റ് വിത്ത് സ്പീഡ് ഈസ് ഇൻക്രീസിങ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് യു മീറ്റർ പെർ സെക്കൻഡും ഇൻക്രീസിങ് സ്പീഡ് എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ആവുന്നത് എന്ന് പറഞ്ഞിട്ട് എ മീറ്റർ പെർ സെക്കൻഡുമാണ്. അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നിനും നമുക്കത് കേട്ടാം. എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. യു നമുക്കറിയില്ല, യു അതുപോലെ തന്നെ എഴുതി. എത്രയാണ്? ടൈം ടി എന്ന് പറയുന്നത് ടൈമാണ്. ടൈം എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്കറിയില്ല ഇൻറ്റു ടി എന്ന് പറയുന്നത് 2 സെക്കൻഡ്. ടി സ്ക്വയർ ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 നമുക്ക് എന്ത് കിട്ടി? എങ്ങനെ എഴുതാൻ പറ്റും? 10 ഈക്വൽ ടു 2 ഇൻറ്റു യു എന്ന് പറയുന്നത് 2u പ്ലസ് 2a ഇങ്ങനെ കിട്ടി ആദ്യത്തത്. ഇനി അടുത്ത ഇക്വേഷൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അടുത്തത് എങ്ങനെയാണ് വരുന്നത്? 28 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ 28 ഈക്വൽ ടു യു ടി.
ടി എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ്, 4 സെക്കൻഡ് ആണ് അല്ലേ. ടി എന്ന് പറയുന്നത് എന്താണ്, ടൈമിനാണ് ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് 4 സെക്കൻഡ്. അപ്പോൾ 4 ഇൻറ്റു യു പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്കറിയില്ല ഇൻറ്റു ടി എന്ന് പറയുന്നത് എഗെയിൻ ടൈമാണ്. ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടി, 2 കിട്ടി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 28 ഈക്വൽ ടു 4u പ്ലസ് 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 ആണ്, 8a എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി, 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. 2 ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ അറിയാലോ അല്ലേ. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും, 2 ഇക്വേഷൻ ഞാനിവിടെ എഴുതാണ്. എങ്ങനെ എഴുതാൻ പറ്റും, 2u പ്ലസ് 2a ഈക്വൽ ടു 10, അതുപോലെ തന്നെ 4u പ്ലസ് 8a ഈക്വൽ ടു 28. അങ്ങനെയാണ് നമുക്ക് 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ യുവിനെ രണ്ടുപേരും സെയിം ആക്കണം, അല്ലെങ്കിൽ എനെ സെയിം ആക്കണം. അപ്പോൾ യുവിനെ സെയിം ആക്കാനായിട്ട് എന്താണ്, ഇവിടെ 4u ആണ് കിടക്കുന്നത്, ഇവിടെ 2u ആണ് കിടക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2 ചെയ്താൽ 4 ആവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇതിനെ നമുക്ക് 1നെ 2 കൊണ്ട്, ഈ ഇക്വേഷനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് 2 എന്ന് കിട്ടിയത്, ഇവിടെ 4u ആണ്, 2 ഇൻറ്റു 2 ആണ് 4. അത് കാരണം കൊണ്ടാണ് നമ്മളെ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4u പ്ലസ് 4a ഈക്വൽ ടു 20. ഈ 2നെ കൊണ്ട് എല്ലാത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എക്സും എക്സും സെയിം വാല്യൂ ആയി. ഇനി അത് ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഒരു പ്ലസും ഒരു മൈനസ് ആയാലാണ് ക്യാൻസൽ ആവുള്ളൂ. ഇവിടെ രണ്ടും പ്ലസ്സിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, 2 മൈനസ് 3. ഇപ്പം എന്ത് ചെയ്യണം, ഇവിടെ മൈനസ്, നമ്മുടെ സൈനുകളൊക്കെ ചേഞ്ച് ആക്കണം. ഇവിടെ മൈനസ് ആക്കി, ഇവിടെയും മൈനസ് ആക്കി, ഇവിടെ പ്ലസ് ആണ്, ഇവിടെയും മൈനസ് ആക്കി. ഇനി നമുക്ക് സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാം. അപ്പം എങ്ങനെയാണ്, 4u ക്യാൻസൽ ആയി, 8 മൈനസ് 4 അതായത് 4a ഈക്വൽ ടു 28 മൈനസ് 20 എന്ന് പറയുന്നത് 8 ആണ്. therefore a ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2. എന്ന് പറയുന്നത് എന്താണ്, എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, എ കിട്ടിയാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് യു കണ്ടുപിടിക്കാമല്ലോ. ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും നമുക്കത് കൊടുക്കാം. ഈ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം, 2u പ്ലസ് 2a ഈക്വൽ ടു 10 എന്നാണ് ആദ്യത്തെ ഇക്വേഷൻ അല്ലേ. അപ്പം നമുക്ക് 2u പ്ലസ് a എന്ന് പറയുന്നത് 2 ആണ്, 2 ഇൻറ്റു 2 ഈക്വൽ ടു 10. 2u ഈക്വൽ ടു 10 മൈനസ് 4, 2u ഈക്വൽ ടു 6 ആയി. therefore u ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും, 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതും. അതുപോലെ തന്നെ നമ്മുടെ ഇൻക്രീസിങ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതും, 2 മീറ്റർ പെർ സെക്കൻഡ് എഴുതും. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അല്ല. ഇതുപോലത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് എക്സസൈസിലും ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അതുപോലെ എഴുതിയാൽ മതി. പ്രത്യേകിച്ച് ഇക്വേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ അവർ ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. തന്നിരിക്കുന്നത് എന്താണ് ഇതുപോലെ ഒന്ന് എഴുതാനായിട്ട് അറിയണമെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം നോക്കാം അല്ലേ. 7th പ്രോബ്ലം അല്ല, സോറി 7th അല്ല, 6th പ്രോബ്ലം നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഇതുപോലത്തെ കാണുമ്പോൾ നമുക്ക് ഫിസിക്സ് അത്ര ഇഷ്ടമില്ലാത്തവർ വിചാരിക്കും ഇത് എന്താണാവോ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമുക്കൊരു ദേഷ്യമൊക്കെ ചിലപ്പോൾ വരും. പക്ഷെ ഇത് ഈസി പ്രോബ്ലം ആണ്. ഇനി നമുക്ക് അടുത്തത് 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ, അതായത് സെക്കൻഡോ തേർഡോ ക്വസ്റ്റ്യൻ പോലത്തെ ഡിജിറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു 2 അക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ a 2-digit number is equal to 6 times the sum of the digit. The number got by interchanging the digit is 9 more than 4 times the sum of the digits. What is the number? ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൻ്റെ മലയാളം വേർഷൻ കൂടി വായിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു 2 അക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന 2 അക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. 2 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇനി ശരിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times ദി സം ഓഫ് ദ ഡിജിറ്റ്സ്. കണ്ടോ, സം ഓഫ് ദ ഡിജിറ്റ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് എങ്ങനെ എഴുതുന്നുള്ളതാണ്. അപ്പം സം ഓഫ് ദ ഡിജിറ്റ്സ് വന്നാൽ ഞാൻ പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ സാധാരണ എക്സ് വൈ എന്നാണ് എടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, 6 times ദ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അതിലത്തെ അക്കങ്ങളുടെ തുക, രണ്ടക്ക സംഖ്യ അതിലത്തെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 9 more than 4 times ദി സം ഓഫ് ദ ഡിജിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. എ 2-digit നമ്പർ എന്ന് പറയുന്നത് എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times ദി സം ഓഫ് ദി നമ്പർ എന്നാണ്. 2-digit നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലെറ്റ് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ലെറ്റ് എക്സ് വൈ ബി ദി 2-digit നമ്പർ. എക്സ് വൈ ആണ് നമ്മുടെ 2-digit നമ്പർ എന്ന് വിചാരിക്കും. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 times ദി സം ഓഫ് ദി ഡിജിറ്റ്. അപ്പോൾ നമ്മൾ 2-digit നമ്പർ ഇപ്പോൾ നമ്മൾ എക്സ് വൈ ആന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ജനറൽ ഫോമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ജനറൽ ഫോം ഓഫ് 2-digit നമ്പർ. 2-digit നമ്പറിൻ്റെ ജനറൽ ഫോം ഈസ് എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? 10x പ്ലസ് വൈ. ഇതാണ് നമ്മുടെ 2-digit നമ്പറിൻ്റെ ജനറൽ ഫോം. ഓക്കെ, ഇത് നമുക്ക് അറിയണം. ഇത് നമ്മൾ 7th തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് അറിഞ്ഞാലാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സ് വൈ ആണ് ഇതെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് 1's പ്ലേസിലും ഇത് എക്സ് എന്ന് പറയുന്നത് 10's പ്ലേസിലും. അങ്ങനെയാണ് ഈ 10x പ്ലസ് വൈ എന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി അപ്പോൾ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 2-digit നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 10x പ്ലസ് വൈ ആണ്. ഈ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? 6 times ദി സം ഓഫ് ദ ഡിജിറ്റ്. 6 times എന്നാൽ 6 into സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും നോക്കണ്ട, ഇത് തമ്മിൽ ആഡ് ചെയ്യാന്ന് മാത്രം. എക്സ് വൈ തമ്മിൽ ആഡ് ചെയ്യാന്നുള്ളതാണ്. എപ്പോഴും അത് ആലോചിച്ചോളൂ. അത് ഇപ്പം മലയാളത്തിൽ പറയാന്നുണ്ടെങ്കിൽ രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയാണ്. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ വേറെ ഒന്നും ആലോചിക്കേണ്ട, അത് തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ സം ഓഫ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാനായിട്ട് നമുക്കറിയണം. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. അതായത് അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ 9 more than 4 times ദി സം ഓഫ് ദ ഡിജിറ്റ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വൈനെ ഇങ്ങോട്ടേക്ക് മാറ്റും, എക്സിനെ ഇപ്പുറത്തേക്ക് മാറ്റും. അപ്പോൾ എങ്ങനെ എഴുതാം? 10y പ്ലസ് എക്സ് ഈക്വൽ ടു ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് ഈസ് 9 more than 9 പ്ലസ് 4 times ദി സം ഓഫ് ദി അഗെയിൻ സം ഓഫ് ദ ഡിജിറ്റ് വന്നു. അപ്പോൾ 4 times എന്ന് 4 into എക്സ് പ്ലസ് വൈ. കണ്ടോ ഇക്വേഷൻ വന്നത്? കണ്ടോ? നമുക്ക് ചെയ്ത് നോക്കാം. ഇനി എങ്ങനെ നമുക്ക് ഇത് പിന്നെ ഇനി സാധാരണ ചെയ്യുന്ന പോലെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10x പ്ലസ് വൈ ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 6 into x 6x, 6 into y എന്ന് പറയുന്നത് 6y. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10y പ്ലസ് എക്സ് ഈക്വൽ ടു ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്യാം. 9 പ്ലസ് 4 into x 4x പ്ലസ് 4 into y 4y. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊക്കെ നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലും ആൽജിബ്രേനൊക്കെ വേരിയബിൾസിനൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കാം. ഇതെങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും? 10x പ്ലസ് വൈ. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. -6x മൈനസ് 6y ഈക്വൽ ടു ഇവിടെ വേറെ നമ്പറുകളൊന്നുമില്ല, അപ്പോൾ നമ്മൾ 0 എന്ന് എഴുതി. ഒന്നുകൂടി നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതും? 10x മൈനസ് 6x എന്ന് പറയുന്നത് 4x ആണ്. y മൈനസ് 6y. അപ്പോൾ കേട്ടോ ഒരു പ്ലസ് ഒരു മൈനസും വന്നു. അപ്പോൾ 6 മൈനസ് 1 എന്ന് പറയുന്നത് 5 ആണ്. മൈനസ് 5y ഈക്വൽ ടു 0. കണ്ടോ ഇക്വേഷൻ കിട്ടിയത്? കണ്ടോ? അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? 10y പ്ലസ് എക്സ് അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിനൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. -4x മൈനസ് 4y ഈക്വൽ ടു ഇവിടെ 9 ഉണ്ട്, 9 അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുക. എങ്ങനെയാണ്? ആദ്യം തന്നെ എക്സിൻ്റെ ടേമിൽ എഴുതാം. അപ്പോൾ എക്സിൻ്റെ ടേമിൽ എഴുതുമ്പോൾ എക്സും -4x. അപ്പോൾ നമുക്ക് -3x
10y മൈനസ് 4y എത്രയാണ്? പ്ലസ് 6y ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരും അത് എക്സിനെയോ വൈനെയോ നമുക്ക് തുല്യമാക്കണം, ഈക്വൽ ആക്കണം, എന്നിട്ട് അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുക? ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 4നെ നമുക്ക് 3 ആക്കാനും പറ്റില്ല, 3നെ നമുക്ക് 4 ആക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 1നെ 1 ഇൻറ്റു ഇതിനെ 3 കൊണ്ട് അല്ലേ, ഇൻറ്റു 3. അപ്പോൾ എങ്ങനെ കിട്ടും? 3 ഇൻറ്റു 4x 12x മൈനസ് 3 ഇൻറ്റു 5y മൈനസ് 15y ഈക്വൽ ടു 0. ഇനി സെക്കൻഡ് ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ ഇക്വേഷനെ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, ഇൻറ്റു 4. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് മൈനസ് 12x പ്ലസ് 4 ഇൻറ്റു 6 എന്ന് പറയുന്നത് 24y ഈക്വൽ ടു 4 ഇൻറ്റു 9 എന്ന് പറയുന്നത് 36. ഇക്വേഷൻ നമ്പർ 3യുമായി ഇക്വേഷൻ നമ്പർ 4യുമായി. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ട് സെയിം ആക്കി ഇനി സൈൻസ് നോക്കാം. അപ്പോൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസ് ആണ്. അപ്പോൾ നമുക്ക് സൈനുകളൊന്നും മാറ്റേണ്ട, ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 3 പ്ലസ് 4. ഇതും ക്യാൻസൽ ആയി. 24ഉം മൈനസ് 15ഉം. അപ്പോൾ അത് മൈനസ് ചെയ്യും. 24 മൈനസ് 15 എന്ന് പറയുന്നത് എത്രയാണ്? 9y ഈക്വൽ ടു 36. Therefore y equal to 36 by 9 equal to 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y നമുക്ക് 4 ആണ് കിട്ടി. y 4 ആണ് കിട്ടി. ഇനി x കണ്ടുപിടിക്കാൻ എളുപ്പമില്ലല്ലോ. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം. 4x മൈനസ് 5y ഈക്വൽ ടു 0. ഇനി എന്താണ്? 4x ഈക്വൽ ടു 5 ഇൻറ്റു y എന്ന് പറയുന്നത് 4 ഈക്വൽ ടു 0. 4x മൈനസ് 20 ഈക്വൽ ടു 0. 4x ഈക്വൽ ടു ഈ മൈനസ് 20നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുമ്പോൾ പ്ലസ് 20 ആവും. x ഈക്വൽ ടു 20 ബൈ ഈ 4നെ ഇങ്ങോട്ടേക്ക് അല്ലേ, എന്താ ചെയ്യുക? നമ്മളതിനെ ഗുണിക്കുക അല്ലേ. ഇതിനെ മൾട്ടിപ്ലിക്കേഷന് ഗുണിക്കല്ല, ഹരിക്കുക. ഇതിനെ മൾട്ടിപ്ലിക്കേഷനിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഹരണം വരും. ഈക്വൽ ടു 4 എത്ര ടൈംസ് 20ൽ പോവും? 5 ടൈംസ് അല്ലേ. 4 5s are 20. അപ്പോൾ നമുക്ക് എത്രയാണ്? നമുക്ക് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 5ഉം y എന്ന് പറയുന്നത് 4ഉമാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ നമ്പർ വരുന്നത്? 54. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതാം അല്ലേ. Therefore the number is xy അല്ല, നമ്മുടെ x എന്ന് പറയുന്നത് 5ഉം y എന്ന് പറയുന്നത് 4ഉം. Therefore the number is 54. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. ശരിക്ക് ഒന്ന് ശ്രദ്ധിക്കുക വേണം. ഇതിൽ അത് എപ്പോഴും ഇങ്ങനെ ഇൻ്റർചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറൽ ഫോം എഴുതിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ അതിലും വരും നമുക്ക് ഇങ്ങനെ എന്താ പറയുക, സം ഓഫ് ദ ഡിജിറ്റ്, രണ്ടക്കങ്ങളുടെ തുക എന്ന് പറയുകയാണെങ്കിൽ ആ 10x അതിനൊന്നും ശ്രദ്ധിക്കരുത്. x പ്ലസ് y എന്ന് മാത്രം എഴുതിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട് കേട്ടോ. അത് രണ്ടും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. എന്നിട്ട് വേണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്കൊരു ഫസ്റ്റ് ടൈം ചെയ്തിട്ട് എല്ലാവർക്കും ഇത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മളത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് പിന്നെയും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മളത് പിന്നെ എക്സാമിന് എഴുതുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ ആക്ടിവിറ്റിയിലുള്ളത്. നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം കേട്ടോ. ഇതെന്താ? ഇത് മാത്രം സിമ്പിൾ പ്രോബ്ലം ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 11 added to a number gives twice another number. അതുപോലെ 20 added to the second number gives twice the first number. What are the numbers? വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് നോക്കാം. നമുക്ക് മലയാളം വേർഷൻ ഒന്ന് റീഡ് ചെയ്യാം. രണ്ട് സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ, കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ട് അക്കങ്ങൾ എന്നാണ് പറയുന്നത്. കണ്ടോ അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. രണ്ട് അക്കങ്ങൾ എന്നാണ് പറയുന്നത്, ഡിജിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ എക്സ് വൈ രണ്ടും കൂടി ഒരുമിച്ച് ഒരു നമ്പർ ആക്കുന്നത്.
ക്ലിയർ ആവണ്ടോ പറയുന്നത്? 2 ഡിജിറ്റ് എന്ന് പറയുമ്പോഴാണ് എക്സും വൈയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒരു നമ്പർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, 2 സംഖ്യകൾ, അതായത് 2 നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെടുക്കാം? സുഖമായിട്ട് എക്സിനെ ഒരു നമ്പർ എന്ന് കൊടുക്കാം, വൈനെ മറ്റൊരു നമ്പർ എന്ന് കൊടുക്കാം. അവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തതിൻ്റെ 2 മടങ്ങും, രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എക്സും വൈയും എന്തൊക്കെയാണെന്ന് എഴുതാം. ലെറ്റ് എക്സ് ബി ദി ഫസ്റ്റ് നമ്പർ. ആദ്യത്തെ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ എന്താണ്? ലെറ്റ് വൈ ബി ദി സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ എന്താണ്? വൈ എന്നും നമുക്ക് വിചാരിക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 11 added to a number gives twice another number. 11 added to a number. ഇപ്പൊ എക്സിന്റെ കൂടെ 11 ആഡ് ചെയ്തു എന്ന് വിചാരിക്കൂ. 11 added to a number gives എന്താണ്? twice the second number. twice എന്ന് പറഞ്ഞാൽ എന്താ? 2 അല്ലേ? 2y അല്ലെ? അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 2 സംഖ്യകൾ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തതിൻ്റെ 2 മടങ്ങ്, അതായത് രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് y ആണ്, അതിൻ്റെ 2 മടങ്ങ് എന്ന് പറയുന്നത് 2y ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തതിനോട് 20 കൂട്ടിയപ്പോൾ, രണ്ടാമത്തത് എന്ന് പറയുന്നത് y ആണ്, അതിൻ്റെ കൂടെ 20 കൂട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒന്നാമത്തതിൻ്റെ 2 മടങ്ങും കിട്ടി. ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് x ആണ്, അതിൻ്റെ 2 മടങ്ങ് 2x. അങ്ങനെ ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? 20 ആഡ് ടു ദ സെക്കൻഡ് നമ്പർ. 20 സെക്കൻഡ് നമ്പറിനോട് കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഗിവ്സ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ് ആയി. ഇനി ഇത് കണ്ടുപിടിക്കാനാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 മടങ്ങ് കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് കണ്ടുപിടിച്ചാലോ? ഇത്ര കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല ഇത് കണ്ടുപിടിക്കാൻ, അല്ലേ? ഇതിനേക്കാളും വലിയ പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? അപ്പം എക്സിനും വൈനൊക്കെ ഒരേ ഇതിൽ തന്നെ നമുക്ക് എഴുതാം, അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എക്സ് ഈ 2y ഇങ്ങോട്ട് കൊണ്ടുപോകാം, -2y = 11 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, -11. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ. ആദ്യം എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് y അതുപോലെ തന്നെ എഴുതാം. y 2x ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, -2x = ഈ 20 അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, -20. ഓക്കെ, കറക്റ്റ് ആയില്ലോ? വൈനെ അവിടെ മേലെ എഴുതി, എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടു, 20 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ സൈനുകൾ ചേഞ്ച് ആയി. ഇതിനെ നമുക്ക് ഒന്നും കൂടിയും ശരിക്കും എഴുതാമല്ലോ. ആദ്യം എക്സിനെ എഴുതാം, അല്ലേ? -2x, y എന്ന് പറയുന്നത് പ്ലസ്സിലാണ് കിടക്കുന്നത്, = -20. ഒന്നുകൂടി നമ്മൾ റീറൈറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയില്ലോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിനൊന്ന് ശരിക്കും എഴുതാം. x - 2y = -11 എന്നും കിട്ടി. -2x + y = നമുക്ക് -20 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത പരിപാടി എന്താണ്? ഒന്നില്ലെങ്കിൽ എക്സിനെ ഒരേപോലെ ആക്കണം, അല്ലെങ്കിൽ വൈനെ ഒരേപോലെ ആക്കണം. നമുക്ക് നോക്കാം. ഇവിടെ 2x ഉണ്ട്, ഇവിടെ x ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈഡ് ബൈ 2, 2 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ഉം ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × x എന്ന് പറയുന്നത് 2x ആയി, 2 × 2y എന്ന് പറയുന്നത് -4y ആയി, = 2 × 11 എന്ന് പറയുന്നത് 22 ആയി. ഇവിടെ മൈനസ് ആണ്, മൈനസ് എഴുതി. എത്രയായി? ഇവിടെ നമുക്ക് തേർഡ് ഇക്വേഷനായി. ഇനി നമുക്ക് ചെയ്യാലോ. ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയാണ്? ഒരു പ്ലസും ഒരു മൈനസിലാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷൻസും തമ്മിൽ ആഡ് ചെയ്യണം. ഇത് സൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യാന്ന് പറയും. ഇതാകുമ്പോൾ ആഡ് ചെയ്താൽ മതി. 2 + 3 ഇതും ക്യാൻസലായി. ഇനി എങ്ങനെയാണ്? ഇതെങ്ങനെയാണ്? +1y -4y. അപ്പം -3y = എത്ര കിട്ടും? -42. y = -42. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ -3. ഓക്കെ, എങ്ങനെയാണ്? 3 ഇതിൽ 1 ടൈം, ബാലൻസ് 1 ഇതിൽ 4 ടൈം, രണ്ടും മൈനസിലാണ്. അപ്പോൾ y = 14. ഒരു നമ്പർ നമുക്ക് 14 ആണ് കിട്ടി. ഇനി അടുത്ത നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി, അല്ലേ? അപ്പോൾ നമുക്ക് ഇത് ഏതിലാണ്? ഇതിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആദ്യത്തേൽ തന്നെ കൊടുക്കാം. x - 2y = -11. ഓക്കെ, ഇനി എങ്ങനെ
എഴുതാം? എക്സിന് വൈക്ക് വാല്യൂ കൊടുക്കാം. എക്സ് മൈനസ് 2 ഇൻറ്റു 14 ഈക്വൽ ടു -11, എക്സ് മൈനസ് 28 ഈക്വൽ ടു -11, എക്സ് ഈക്വൽ ടു -11, ഈ 28 അങ്ങോട്ട് പോകുമ്പോൾ +28, എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? 17ഉം 1ഉം. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 17 കിട്ടി. അപ്പോൾ ഒരു നമ്പർ നമുക്ക് 17ഉം പിന്നത്തെ നമ്പർ നമുക്ക് 14ഉം അല്ലേ? എക്സ് ഈക്വൽ ടു 17ഉം കിട്ടി. അപ്പോൾ വൈ ഈക്വൽ ടു 14ഉം കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സംഖ്യ 17ഉം പിന്നത്തെ സംഖ്യ 14എന്നും എഴുതാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ലെസൺ നമ്മൾ വൈൻഡപ്പ് ചെയ്യായി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാണ്ട് നമുക്ക് അത് എളുപ്പമുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇക്വേഷൻസ് വരുമ്പോൾ പ്ലസ് ആണോ ചെയ്യേണ്ടത് മൈനസ് ആണോ ചെയ്യേണ്ടത്, അതുപോലെ പ്ലസും മൈനസും തമ്മിൽ എങ്ങനെയാണ് അതിൻ്റെ സൈനുകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസൺ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.